ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ് ഇഡ്ഡലിക്കട. ഈ ഒരു മൂവിയുടെ സ്റ്റോറിയും ഡയറക്ഷനും ചെയ്തിരിക്കുന്നത് ധനുഷാണ്. തന്റെ നാട്ടിലുള്ള ഒരു ഇഡ്ഡലിക്കടയും അവിടുത്തെ കുറച്ച് ക്യാരക്ടേഴ്സും അവിടെ നടന്നിട്ടുള്ള കുറച്ച് ഇവന്റ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തന്നെ ധനുഷ് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് സിനിമയുടെ എൻഡ് വരെയുള്ള ഓരോ സീക്വൻസും, ഓരോ ഇവന്റ്സും, ഓരോ ക്യാരക്ടേഴ്സും അവർ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു ടെംപ്ലേറ്റ് ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഈ ഒരു മൂവിയുടെ ശരിക്കുള്ള കോർ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിനിമ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു പക്ക പാസ്വേഡാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സിനിമ ഭയങ്കര ബോറായിരിക്കും. ഈ സിനിമ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നതും ആ ഒരു പാസം തന്നെയാണ്. ആ ഒരു ഫാമിലിയും ഇമോഷൻസും ആ ഒരു വില്ലേജും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്ന ആരാന്ന് ചോദിച്ചാൽ സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് മാറി പുറത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവർ ഒരുപാട് കാലത്തിന് ശേഷം നാട്ടിൽ തിരിച്ചു വരുമ്പോൾ കാണുന്ന ഫാമിലിയും നാട്ടുകാരും അവിടുത്തെ നാട്ടിലെ ഫ്രണ്ട്സും അവിടുത്തെ നാട്ടിലെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും അവിടുത്തെ ഇവന്റ്സും അങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് മാറി നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടും. ആൻഡ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ധനുഷിന്റെ അച്ഛൻ രാജ്കിരന്റെ ക്യാരക്ടറിന് ഒരു ഇഡ്ഡലി കടയുണ്ട്. ഒരു കുടുംബ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു കടയാണ്. ആ ഒരു കട ധനുഷ് ടേക്ക് ഓവർ ചെയ്യുന്നതും അതിനുശേഷം തന്റെ ലൈഫിൽ നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സിനിമയുടെ ഇമോഷൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു രാജ്കിരന്റെ ക്യാരക്ടർ തന്നെയാണ്. ആ ഒരു ക്യാരക്ടർ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പുള്ളിക്കാന്റെ ഇഡ്ഡലി കടയും അവിടുത്തെ കുറച്ച് ആൾക്കാരും ആ ഫുഡും അവിടുത്തെ സ്നേഹവും അതൊക്കെ നല്ല രീതിയിൽ സിനിമയിൽ പോർട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സിനിമ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഫാമിലി ബോണ്ട് ഉണ്ടല്ലോ, അച്ഛൻ അമ്മ മകൻ, അവരുടെ തമ്മിലുള്ള സ്നേഹം, അവരുടെ ഒരു ഫാമിലി ബിസിനസ്സും അതിനുശേഷം അവരുടെ അടുത്ത തലമുറ ടേക്ക് ഓവർ ചെയ്യുന്നതും അവിടുത്തെ നാടും അവിടുത്തെ നാട്ടുകാരും, അങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് ആണ് ഈ ഒരു സിനിമ മെയിൻലി സംസാരിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ധനുഷ് ആക്ടർ ആയാലും ഡയറക്ടർ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. നല്ല സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഭയങ്കര കിടിലായിട്ടുള്ള സ്റ്റോറി, ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റബിൾ ആണ്. അടുത്ത് എന്ത് നടക്കാൻ പോകും അല്ലെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെ പോകുന്നു വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഇന്റർവൽ പോർഷൻ വരെ നല്ല രസമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സിനിമ കുറച്ച് ലാഗ് ആവുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ക്യാരക്ടേഴ്സും അവരുടെ ഇവന്റ്സും ആ ഇമോഷൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഓരോ സീക്വൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര രീതിയിൽ ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. കുറച്ച് ഏരിയസിലൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഇഡ്ഡലി കടയും തമ്മിലുള്ള ഒരു ഇമോഷനും അല്ലെങ്കിൽ അവിടുത്തെ ഒരുപാട് ഇവന്റ്സ് ഒക്കെ സിനിമ സംസാരിക്കുന്നത്. ഒരു മേജറായിട്ട് നടക്കുന്ന പല പോയിന്റ്സും സിനിമയിൽ സംസാരിച്ചു പോകുന്ന ഒരു ഏരിയ സെക്കൻഡ് ഹാഫ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അധികം എനിക്ക് അങ്ങ് വർക്ക് ആയില്ല. പല ഏരിയാസും ഔട്ട് ആയതുപോലെയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ഇല്ലാത്ത പോലെ തോന്നി. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമ രായപ്പനും തിരുച്ചിറ്റമ്പലം ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. രണ്ട് സിനിമയുടെ ഒരു കോമ്പിനേഷൻ പോലെയൊക്കെ പോകുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കണ്ട ഒരു വൈബ് സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല എനിക്ക്. ആൻഡ് സിനിമയിൽ വേറൊരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഈ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. രാജ്കിരൺ ആൻഡ് ധനുഷ് രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി രാജ്കിരൺ, പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ, ആ ഒരു ക്യാരക്ടറിന്റെ ഓറയും നല്ല രസമായിരുന്നു എൻ്റെ ഒരു മൂവിൽ കാണാനായിട്ട്. ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഇഡ്ഡലി കടയെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ ആ ഒരു ക്യാരക്ടറിലൂടെയാണ് വരുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു സിനിമയിൽ കാണാനായിട്ട്. ആൻഡ് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ആയാലും സിനിമയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ആൻഡ് നിത്യാമനും ധനുഷിയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു തിരുച്ചിതമ്പലം എന്ന് പറയുന്ന ഒരു മൂവിയിൽ. അത് ഭയങ്കര കിടിലൻ ഒരു കോംബോ ആയിരുന്നു. പക്ഷെ ആ ഒരു കോംബോ, ആ ഒരു ഫീല് ഇവിടെ എനിക്ക് കിട്ടിയില്ല. ആ ഒരു കെമിസ്ട്രി അത്രയ്ക്ക് വർക്കാവാത്ത പോലെ തോന്നി. ഒരു പക്ക മാസ് മസാല ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള മൂവി അങ്ങനത്തെ ഒരു സിനിമയല്ല. ഒരു പക്ക ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി മൂവിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് സിനിമയിൽ വേറെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണുവാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അല്ലാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി ഒന്നുമല്ല. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ ഒരു മൂവി ഫോക്കസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ മൂവിയുടെ എൻ്റെ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. എനിക്ക് സിനിമ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോയിന്റ്സ് ഡൗൺ ആയെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു പ്രസന്റേഷൻ തന്നെയാണ്. നമ്മൾ ശരിക്കും ഒരു മൂവിയുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിനിമ അടിപൊളിയാണ്. ആ ഒരു കാര്യം വർക്കായില്ലെങ്കിൽ ഒരു അച്ഛൻ പാസം അല്ലെങ്കിൽ ഒരു സ്ഥിരം ക്രിഞ്ച് പടമായിട്ട് ഇത് മുന്നോട്ട് പോകും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ആ ഒരു എലമെന്റ് വർക്കായാൽ മാത്രമേ ഈ ഒരു എൻ്റെ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ചുള്ള ഒരു വൺ ടൈം ആയിട്ട് കാണാൻ പറ്റിയ വലിയ കുഴപ്പമില്ലാത്തൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഇഡ്ഡലി കട എന്ന് പറയുന്നത്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.